ജവഹർലാൽ നെഹ്റു 1889 നവംബർ 14 ബ്രിട്ടീഷ് ഇന്ത്യയിലെ അലഹബാദിൽ ജനിച്ചു. കാശ്മീരി പണ്ഡിറ്റ് സമുദായത്തിൽ ജനിച്ച ഒരു സ്വയം സമ്പന്നനായ അഭിഭാഷകനായ അദ്ദേഹത്തിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു 1919 1928 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി 2 തവണ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അമ്മ സ്വരൂപ് റാണി തുസു ലാഹോറിൽ സ്ഥിരതാമസമാക്കിയ ഒരു അറിയപ്പെടുന്ന കാശ്മീരി ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ് വന്നത്. 3 മക്കളിൽ മൂന്നാമത്തവനായിരുന്നു ജവഹർലാൽ. അദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാരിൽ മൂത്തവളായ വിജയലക്ഷ്മി പിന്നീട് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ ആദ്യ വനിതാ പ്രസിഡന്റായി. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരി കൃഷ്ണ ഹുദി സിംഗ് ഒരു പ്രശസ്ത എഴുത്തുകാരിയാകുകയും തൻ്റെ സഹോദരനെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തു. ഒരു പ്രസംഗം നടത്തി ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി അദ്ദേഹം ഇന്ത്യയുടെ ഡൊമിനിയൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക ഉയർത്തുകയും ചെയ്തു. 1950 ജനുവരി 26 കോമൺവെൽത്ത് ഓഫ് നാഷണലിനുള്ളിൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയപ്പോൾ നെഹ്റു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി. സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പരിഷ്കരണങ്ങളുടെ അതിമോഹമായ ഒരു പരിപാടി അദ്ദേഹം ആരംഭിച്ചു. ബഹുസ്വരമായ ബഹുകക്ഷി ജനാധിപത്യത്തെ നെഹ്റു പ്രോത്സാഹിപ്പിച്ചു. വിദേശകാര്യങ്ങളിൽ ശീതയുദ്ധത്തിൻ്റെ 2 പ്രധാന പ്രത്യയശാസ്ത്രമായ ഗ്രൂപ്പുകളിൽ അംഗത്വം നേടാതെ രാജ്യങ്ങളുടെ ഒരു കൂട്ടം ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ദേശീയ സംസ്ഥാനതല രാഷ്ട്രീയത്തിൽ ആധിപത്യം നേടുകയും 1951, 57, 62 തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുകയും ചെയ്തു. 16 വർഷവും 286 ദിവസവും നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദം ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയതാണ്. 1964 ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വാഴ്ത്തപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ത്യൻ ശിശുദിനമായി ആഘോഷിക്കുകയും ചെയ്തു. 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ സഹതാപം ഭിന്നിച്ചു. വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാർ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് വിനയാന്യതരായി. വലിയ ആനന്ദം അനുഭവിച്ചെങ്കിലും ഭരണകക്ഷിയായ ഉയർന്ന വിഭാഗങ്ങൾ സഖ്യകക്ഷികളുടെ പക്ഷം ചേർന്നു. സമ്മിശ്ര വികാരങ്ങളോടെയാണ് താൻ യുദ്ധത്തിൽ വീക്ഷിക്കുന്നതെന്ന് നെഹ്റു സമ്മതിച്ചു. നെഹ്റുവിൻ്റെ സഹതാപം ഏതെങ്കിലും രാജ്യത്തോടായിരുന്നുവെങ്കിൽ അത് ഫ്രാൻസിനോടായിരുന്നു. ആ സംസ്കാരത്തെ അദ്ദേഹം വളരെയധികം ആരാധിച്ചിരുന്നു. യുദ്ധസമയത്ത് നെഹ്റു സെൻറ്റ് ജോൺ ആംബുലൻസിന് വേണ്ടി സന്നദ്ധ സേവനം ചെയ്യുകയും സംഘടനയുടെ അലഹബാദ് പ്രവിശ്യ സെക്രട്ടറിമാരിൽ ഒരാളായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ സെൻസർഷിപ്പ് നിയമങ്ങൾക്കെതിരെയും അദ്ദേഹം സംസാരിച്ചു. രാഷ്ട്രീയ വീക്ഷണങ്ങൾക്ക് സമൂലമായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു നേതാവായി നെഹ്റു യുദ്ധകാലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഭ്രാന്താണ് എന്ന് പറഞ്ഞ മിതവാദിയായ ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു അന്നത്തെ രാഷ്ട്രീയ വ്യവഹാരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നതെങ്കിലും നെഹ്റു സംസാരിച്ചത് നിസ്സഹകരണ രാഷ്ട്രീയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഓണറ്റി സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കേണ്ടതിൻ്റെ ആവശ്യകതയും പ്രാതിനിധ്യത്തിൻ്റെ വ്യാർത്ഥ രാഷ്ട്രീയം തുടരേണ്ടതിൻ്റെ ആവശ്യകതയും ബ്രിട്ടീഷ് നയങ്ങളെ പിന്തുണച്ചതിന് ഇന്ത്യൻ സിവിൽ സർവീസിനെ അദ്ദേഹം പരിഹസിച്ചു. ഒരു പ്രമുഖ മിതവാദി നേതാവായ മോത്തിലാൽ നെഹ്റു ഭരണഘടനാ പ്രക്ഷോഭത്തിൻ്റെ പരിധികൾ അംഗീകരിച്ചുവെങ്കിലും അതിൽ മറ്റൊരു പ്രായോഗിക ബദൽ ഇല്ലെന്ന് തൻ്റെ മകനെ ഉപദേശിച്ചു. എന്നാൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഗതിയിൽ നെഹ്റുവിന് അതൃപ്തിയുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് ഹോം റൂൾ ആവശ്യപ്പെടുന്ന ആക്രമണകാരികളായ ദേശീയവാദികളുടെ നേതാക്കളുമായി അദ്ദേഹം ഇടപഴകി. 1915 ഗോഖലെയുടെ മരണശേഷം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ മിതവാദികളുടെ സ്വാധീനം കുറഞ്ഞു. ആനി ബസന്റ്, ബാലഗംഗാധര തിലക് തുടങ്ങിയ മിതവാദി വിരുദ്ധ നേതാക്കൾ ഹോം റൂളിനായി ഒരു ദേശീയ പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്യാൻ അവസരം മുതലെടുത്തു. എന്നിരുന്നാലും 1915 അത്തരമൊരു സമൂലമായ പ്രവർത്തനത്തിന് വിധേയരാകാൻ മിതവാദികളുടെ വിമുഖത കാരണം ഈ നിർദ്ദേശം നിരസിക്കപ്പെട്ടു. നെഹ്റുവിൻ്റെ ആരോഗ്യം 1962 ക്രമാനുഗതമായി കുറയാൻ തുടങ്ങി.
1962 വസന്തകാലത്ത് ഒരു വൈറൽ അണുബാധ അദ്ദേഹത്തിനെ ബാധിച്ചു. ഏപ്രിൽ ഭൂരിഭാഗവും അദ്ദേഹം കിടപ്പിലായി. അടുത്ത വർഷം 1963 വരെ അദ്ദേഹം മാസങ്ങളോളം കാശ്മീരിൽ സുഖം പ്രാപിച്ചു. ചില എഴുത്തുകാർ ഈ നാടകീയമായ തകർച്ചയ്ക്ക് കാരണമായി പറയുന്നത് വിശ്വാസവഞ്ചനയായ അദ്ദേഹം മനസ്സിലാക്കിയ ചൈന-ഇന്ത്യ യുദ്ധത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആശ്ചര്യവും അസ്വസ്ഥതയുമാണ്. 1964 മെയ് 26 ഡെറാഡൂണിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം തോന്നി. പതിവ് പോലെ ഏകദേശം 11:30 ഉറങ്ങാൻ പോയി. ഏകദേശം 6:30 വരെ അദ്ദേഹം വിശ്രമിച്ചു. കുളിമുറിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം നടുവേദനയെക്കുറിച്ച് പരാതിപ്പെട്ടു. തന്നെ പരിചരിച്ച ഡോക്ടർമാരോട് അദ്ദേഹം കുറച്ചുനേരം സംസാരിച്ചു. ഉടൻ തന്നെ അദ്ദേഹം കുഴഞ്ഞു വീണു. 7:44 മരിക്കുന്നതുവരെ അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം 1964 മെയ് 27 പ്രാദേശിക സമയം 2 മണി ലോക്സഭയിൽ അറിയിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. മെയ് 28 യമുനയുടെ തീരത്തുള്ള ശാന്തിവനത്തിൽ ഡൽഹിയിലെ തെരുവുകളിലും ശ്മശാനങ്ങളിലും ഒഴുകിയെത്തിയ 1.5 ദശലക്ഷം വിലാപകരെ സാക്ഷിയാക്കി നെഹ്റുവിനെ ഹിന്ദു ആചാരപ്രകാരം സംസ്കരിച്ചു.